അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഷാമിന്റെ കല്യാണത്തിന്റെ ആദ്യത്തെ പടിയിലേക്ക് കടക്കാൻ പോവാണ്. ഞങ്ങള് ഇന്ന് എന്താ പറയാ കൊറേ ഞങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമയമൊക്കെ പോയി കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ഇന്ന് അങ്ങോട്ട് അതിന് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് മുതൽ അങ്ങോട്ട് ഞങ്ങൾ ഷാമിന്റെ ഓടാൻ വേണ്ടി പോവാണ്. ഷാമിനെ മാത്രമല്ല ഷാമി ജുനു ഉണ്ട്. പക്ഷെ പറയുമ്പോൾ നമ്മളങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അതെ അപ്പൊ ഷെഡ്യൂൾ ചെയ്ത് വെച്ച വർക്കിനാണ്. അതെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരുവിധം കടകളിലൊക്കെ പോയിട്ട് ഷാമിക്കുള്ള ബ്രൈഡൽ ഡ്രസ്സ്, അതായത് ഓള് ലെഹങ്കയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് പോയി അതൊക്കെ ട്രയൽ ചെയ്യുമ്പോൾ ചിലപ്പോ അതിന്റെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടും. അതല്ല ചിലപ്പോ നമ്മളിങ്ങനെ ട്രയൽ ചെയ്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അതെ, അത് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പൊ ഷാമിന്റെ പരിപാടി പ്രമാണിച്ച് ഞങ്ങൾ എല്ലാവരും നിരന്നിറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും പല പല സ്ഥലത്തേനു അവിടുന്നൊക്കെ പെറുക്കി കൂട്ടി ഇപ്പൊ ഒത്തുചേർന്ന് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് സമയമില്ല. നമ്മളിനി ഫുള്ള് എന്താ പറയാ കല്യാണത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഷാമി ജുനു രണ്ടുപേരോടും കൂടെ എന്ത് തോന്നുന്നു? നേരത്തെ തുടങ്ങണമായിരുന്നു. അതാണ് തോന്നുന്നത്. ഞാൻ ആ എക്സൈറ്റ്മെന്റിനെ പറ്റിയിട്ട് വളരെ എക്സൈറ്റഡ് ആണ്, പേടിയുണ്ട്. ഇതിപ്പോ ഷാമിന്റെ സൈഡിലുള്ള കാര്യങ്ങളാണ്. ജുനുവിന് ഡ്രസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ജുൻകാരി ഡ്രസ്സ് നോക്കാം എന്നുള്ളൊരു പ്ലാനും കൂടെ. സംഭവം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം ഗേൾസിന്റെ ഇറങ്ങാം. അപ്പൊ വാഴ നനയുമ്പോ ചീര നനയുന്നതിന്റെ ചീരകളാക്കി മാറ്റി. എന്താ പറയാ ഇവർ, അതായത് ഞങ്ങളുടെ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാലാണ് അതിനോട് ചേർന്നിട്ടുള്ളതൊക്കെ ഇവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ ഒരു കോമ്പിനേഷൻ പോവാറ്. പിന്നെ ഇവരെ ഡ്രസ്സും ഒക്കെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ അഭിപ്രായം എന്താണോ അതാണ് ഇവർക്ക് അഭിപ്രായം. ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്തോ അത് ഇവർ ഇട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇഷ്ടമാണ് കേസ് ഞങ്ങൾ ഇങ്ങനെ സെലക്ട് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. നന്നാവുന്ന ഒരു ഉറപ്പാണ്. അതല്ലാണ്ട് മടിയായിട്ടല്ല കേട്ടോ, മടിയുള്ളതുകൊണ്ടല്ല. മടിയല്ല, പക്ഷെ അവർക്ക് നന്നാവുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് ആദ്യം ഷാമിനാണ് ഞങ്ങളോട് ഇറങ്ങാൻ പോകുന്നത്. ഏകദേശം നമ്മൾ കളറൊക്കെ ഏകദേശം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് പോണ വഴിക്ക് ഓരോന്ന് പറഞ്ഞു പോവാ ഗൈസ്. ഇവിടെ തന്നെ നമ്മള് ലേറ്റ് ആയി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊക്കെ കറക്റ്റ് ആവും. രാവിലെ മുതൽ ഞങ്ങൾ ഇറങ്ങുന്നത് ഒരു തുടക്കാണല്ലോ. അപ്പൊ നമുക്ക് ഒരു ആ ഒരു ഇത് കിട്ടണല്ലോ, സ്റ്റാർട്ടിങ് ട്രബിള്. അപ്പൊ എന്തായാലും നമ്മള് പോവാൻ പോവാ. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പോകുന്നതെന്ന് വെച്ചാല് ലെഹങ്ക ഒക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാനാണ്. ഏത് കളർ വേണ്ടത് എന്നുള്ളത് പണ്ട് മുതലേ എന്റെ മൈൻഡിലുണ്ട്. ആ കളർ അല്ലാതെ എനിക്ക് വേറൊരു കളറിനെ പറ്റിക്ക് ചിന്തിക്കാനേ വയ്യ ഗൈസ്. ബ്രൈഡ് എന്നുള്ള രീതിയിൽ ഓളങ്ങനെ ആലോചിച്ചു പോയി. ചെറുപ്പം മുതലേ അങ്ങനെ ആലോചിച്ചു പോയ പോലെയാണ്. അതായത് ഒരു റെഡ് മെറൂൺ ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലുള്ള ലെഹങ്കയാണ് എനിക്ക് വേണ്ടത്. അപ്പം ഇപ്പൊ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോ വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് കിട്ടുമെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് പോയിട്ട് എന്തായാലും അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച്. അതെ, കളർ നോക്കണം. പിന്നെ ലെഹങ്കയിൽ തന്നെ പല പാറ്റേൺസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഏതൊക്കെ ബെസ്റ്റ് ആയിട്ട് ചേരാൻ നോക്കണം. പിന്നെ റെഡിമെയ്ഡ് തന്നെ എടുക്കണോ, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാനുണ്ട്. ഇപ്പൊ കാലിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡിസൈനർ വെയർ ലെഹങ്കകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകും. അതെ, ഇവിടുന്ന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകാം. സമയമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ആ ഒരു ദിവസം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നമ്മൾ നിൽക്കണം എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാരും കൂടെ ആലോചിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഏതൊറ്റം വരുന്നു. അപ്പൊ ഇവിടുന്ന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാലിക്കറ്റും കുറെ ഡിസൈനർ വെയർ ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ചിലപ്പോ ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പം ഇവിടെ മൊത്തം തപ്പാന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്ന് തന്നെ നമ്മളെ മനസ്സിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി നോക്കി ഒരു ഐഡിയ ആക്കി വെക്കും. അപ്പൊ നമുക്കറിയാലോ പുറത്ത് പോകണോ അല്ലെ ഇവിടുന്ന് തന്നെ ചെയ്യണോ, ഡിസൈൻ ചെയ്യിപ്പിക്കണോ എന്നൊക്കെ. അപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് പോയി നോക്കാം. നമുക്കൊരു ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും പോയി നമ്മൾ ട്രയൽ ചെയ്ത് നോക്കണം. ഇനി അവിടെ നിന്ന് തന്നെ നമുക്ക് എന്താ പറയാ കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്യിപ്പിക്കണം. എന്തായാലും നമുക്ക് ആദ്യം പോയി നോക്കാം ഗൈസ്. പോയി നോക്കിയിട്ട് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം. ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ പോലും ആവുന്നില്ല ഗൈസ്. എല്ലാവർക്കും വിശക്കുന്നു പോലും. മെയിനായിട്ട് വിശക്കുന്ന ഇവർക്ക് ഇതൊന്നും നോക്കണം. ആൾക്കാര് ബ്രൈഡും ഗ്രൂമാ. പട്ടിണി നടന്നിട്ടാണ് ഈ പരിപാടിക്ക് വരാം. പട്ടിണി നടന്നിട്ട് ഒരു മനുഷ്യന്മാർ ഈ പരിപാടിക്ക് വരാൻ പാടില്ല. ഞാൻ പറയുമ്പോ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഫുൾ സെറ്റപ്പ് ആയി എനർജി ഡ്രിങ്ക് വരെ കുടിച്ചിട്ട് നിൽക്കണം. അനുഭവത്തിന്റെ ഇതുവരെ ചോറുന്നില്ല. ചോറ് തിന്നിട്ടില്ല. ഇവര് രണ്ടുപേരും ഒഴികെ ബാക്കിയുള്ള എല്ലാരും വ്യത്യാസം വന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വിശക്കുന്നു. ഞങ്ങൾ ഇവർക്ക് വിശക്കുണ്ടെന്ന് കൂട്ട് പിടിച്ചു വരും. അല്ല, ഫുൾ പ്ലാൻ ചെയ്തിട്ട് നമ്മള് വേറെ തിരിഞ്ഞു പോരുത്. ഭക്ഷണം കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ലേറ്റ് ആവുന്നുള്ളൂ. ഞങ്ങള് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സെറ്റ് ആയിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ ഒരു
10 മിനിറ്റ് വരെ കാത്തുക്കട്ടെ. ബ്രൈഡിന് ചായ കുടിക്കാൻ കാത്തുക്കട്ടെ. ഞങ്ങളും ചായ കുടിക്കും. ഇവർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഇനി ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചായ കുടിക്കുന്നു ഇറങ്ങുന്നു കേട്ടോ. ഒരു കൊട്ട നിറയെ കടികളായിട്ട് ഞാൻ പോവാ. ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വന്നാ. ഇപ്പൊ ചായ വേണ്ടെന്ന് പറഞ്ഞവരൊക്കെ നോക്കി ഒരു ലോഡ് സാധനം വാങ്ങി. ഡയറ്റിലാണ് എല്ലാരും അറിയണം. ഒരു അപ്പൊ ഞാൻ വെയിറ്റ് കുറഞ്ഞതേനു. ഇപ്പൊ ഞാൻ വെയിറ്റ് കൂടും ഈ പർച്ചേസിംഗിൽ എനിക്ക് തോന്നുന്നു. ഒരു കൊട്ട നിറയെ കടികൾ. എന്തൊക്കെയാണ് പേരിങ് അറിയണത്? പേരൊന്നും അറിയില്ല. ഇത് ചിക്കൻ കട്ട്ലേറ്റ്, ഇത് ചട്ടിപ്പത്തിരി, ഇത് കായ്പോള, ഇത് 5ന്റെ ബ്രെഡ് ഷവർമ, ഇത് എനിക്കറിയില്ല. പിന്നെ ജുൻക പൊട്ടി കുറച്ച ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ശ്രീന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ഗൈസ് ഈ എണ്ണക്കടികൾ. അതെ, എണ്ണക്കടികൾ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. എത്ര ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും എന്നെ സമ്മതിക്കാത്ത ഒരേ ഒരു സാധനം അത് ഇതാണ്. ഇതിലിപ്പോ ഞാൻ ഏതാ ആദ്യം എടുക്കുക? ഇതുണ്ടോ? ഇത് നമ്മളെ പഴം നിറച്ചതിന്റെ വേറൊരു സംഭവം. ഷാമി, ഈ കല്യാണം എന്തായത് നിങ്ങൾ പ്രേമിച്ച് നടക്കുന്ന സമയത്തെ അപ്പൊ ഈ കല്യാണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഇങ്ങനെ എന്തായാലും സംസാരിക്കുകയൊക്കെ ചെയ്യല്ലോ കല്യാണത്തിനെ പറ്റിയിട്ട്. എന്താ ജനം? അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഡ്രസ് ചെയ്യണം, അങ്ങനെ വേണോ, ഇങ്ങനെ സ്റ്റേജ് പോലെ വേണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ. അതിന്റെ ഒന്നും ഞങ്ങൾക്കൊന്ന് കേൾക്കണം എന്ന് താല്പര്യം. അതെ, എനിക്ക് പറയുകയാണെങ്കിൽ അന്നേ നമ്മൾ ഈ കളറ് സത്യം അറിയാലോ, ഈ കളറാണ് കളറ് ഇന്റത് കളറ് ഒരു ഡാർക്ക് കളർ, ഇവിടെ ഒരു ഡാർക്ക് ഇട്ടാണ് ഞാൻ ലൈറ്റ് ഇടണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ അന്നും ഉണ്ട്. ഇനി അന്നും ഇതേപോലെ തന്നെ ഏത് കളറാ പാത്തോ ഞാൻ ആ ഒരു ചോദ്യം അന്നുള്ള അത് ഇടക്കിടക്ക് ഇങ്ങനെ വരൂലേ ചോദ്യം. എന്നിട്ട് നിങ്ങൾ എന്താ തീരുമാനിച്ചു? ജുൻക അന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ഈ മെറൂൺ കളർ. അതായത് എനിക്ക് ചേരുന്നു തോന്നുന്നൊരു കളറാണ്. അപ്പൊ നമ്മക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഈ കല്യാണത്തിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ആ ഒരു കളറിൽ മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. എൻഗേജ്മെന്റിന് അതേപോലെ തന്നെ ഞാൻ ആ ഒരു മെറൂൺ എടുത്താലോ എന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ എൻഗേജ്മെന്റിന് അതിട്ട് എനിക്ക് കല്യാണത്തിന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻഗേജ്മെന്റിന് കളർ മാറ്റിയത്. അപ്പൊ കല്യാണത്തിന് ഈ കളർ എടുക്കാന്ന് വിചാരിച്ചു. ജുൻഖാന്റെ മനസ്സിലും അതേപോലെ തന്നെ സെയിം കളർ. എന്നോട് പറഞ്ഞത്, ഞാൻ ജുൻഖാനോട് ചോദിച്ചു, ജുൻഖ എനിക്ക് ഏതാ ഇഷ്ടം, ഏത് കളറിൽ എനിക്ക് ഭംഗിന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു പത്ത് ഈ ഒരു മെറൂൺ ആ ഒരു ഇത് പിടിക്കുന്നതായിരിക്കും രസം. അപ്പൊ ഞാൻ എല്ലാവർക്കും അങ്ങനെയാണ് ഉള്ളിലുള്ളത്. അപ്പൊ ഞാൻ അതന്നെ അതങ്ങോട്ട് ഫിക്സ് ചെയ്ത്. നമ്മളന്നേ ഇപ്പൊ നമ്മളെ കല്യാണത്തിനുള്ള ആ ഒരു എൻട്രി, സ്റ്റേജിന്റെ അതൊക്കെ നിങ്ങളൊന്ന് എൻഗേജ്മെന്റിന് ട്രയലും ചെയ്തു എന്നിട്ട് എൻട്രി കാര്യങ്ങളൊക്കെ നമ്മള് സംസാരിക്കലുണ്ട് ആദ്യം. ജുൻകാക്ക് മെയിൻ ആയിട്ട് കാറാണ്. ചെറിയൊരു ഓട്ടോ ഷോ ഒക്കെ ഓട്ടോ ഷോ പോലെ ഓന് വേണം എന്നൊക്കെ ഉള്ളതാണ് ഓന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. എൻട്രി എന്ന് പറയുമ്പോ ഞാൻ എൻട്രീനും പറ്റിയിട്ട് ആലോചിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ റെഡ് മെറൂൺ ലഹങ്ക വെച്ചാൽ എനിക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും കാണാനും ജുൻകാന്റെ റിയാക്ഷൻ കാണാനും ഇവരെ റിയാക്ഷൻ കാണാനും ജുൻകായും എപ്പോഴും അതന്നെ പറയല എനിക്ക് ചേരുന്ന കളർ അതാണ്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈം കേട്ട സമയത്ത് മെറൂൺ വേണോ? കാര്യം ടിപ്പിക്കൽ സാധനമാണല്ലോ. അപ്പൊ ഞങ്ങളടുത്ത് പറഞ്ഞ കുട്ടിക്കാലം മുതലേ അവർക്ക് താല്പര്യമുള്ളതാണ്. അതെന്താ സംഭവം എന്നറിയോ? വെറൈറ്റി ട്രൈ ചെയ്യാം. ഇപ്പൊ കുറെ ആൾക്കാർ വെറൈറ്റി ട്രൈ ചെയ്യലുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാല് എനിക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അത് ഉറപ്പ് വേണം. അല്ലാതെ നമ്മള് അതിനൊരു എന്താ പറയാ ക്ലാരിറ്റി ഉറപ്പില്ലാതെ നിൽക്കുക എന്നുള്ളത് ആലോചിക്കാൻ വയ്യ. പിന്നെ ഓക്കെ ഏറ്റവും കൂടുതൽ ചേരുന്നു തോന്നുന്നത് ഓക്ക് ഇഷ്ടമുള്ള കളറുമായിട്ടുള്ളത് ഓക്ക് മാത്രമല്ല ഉമ്മയ്ക്ക് കിട്ടും. ഭയങ്കര ഇഷ്ടമാണ് ഈ മെറൂണ്. ജിൻകാക്കും ഇഷ്ടം. അപ്പൊ പിന്നെ അതിൽ വേറെ നമുക്ക് പറയാനൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ സെലക്ട് ചെയ്യുമ്പോൾ ഷാമി ചവരി നാളെ വരുന്നുണ്ട്. അല്ല അതേതാണല്ലോ ബ്രൈഡ് ആവാൻ പോകുന്നത്. നമുക്ക് നാണുണ്ടോ? എനിക്ക് സാരി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടായിരുന്നു വന്നത്. ഇവിടെ വന്ന സാരി എടുത്ത് പോയി. ഒരു പെട്ടെന്ന് എന്റേത് തീരുന്ന് വിചാരിക്കണം. എനിക്ക് കൊറേ നോക്കണം. ഞാൻ വിചാരിക്കുന്ന ഒരു സാധനം കാണുന്നില്ല. ഇത് ആ ഒരു കളറാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കളറാണ്
ഈ ഒരു റെഡാണ് അല്ലേ? അപ്പം ഇത് കുറച്ചുകൂടെ മെറൂണിനോട് സാദൃശ്യമുള്ള ഒരു ബ്രൗൺ മെറൂണും അങ്ങനെ ഒരു കുറച്ചുകൂടി ഡാർക്കാണ്. ഇത് കുറച്ചും കൂടെ റെഡ്. അപ്പൊ അതല്ല, എന്ത് തീരുമാനിച്ചാലേ ഇവന് ഇതെടുക്കാൻ തീരുമാനിച്ചു. ഇതാണ് സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഗൈസ്. ഷാമിക്ക് ഏതെങ്കിലും എനിക്കൊന്നും ആയില്ല. ഇതൊന്നല്ല ഞാൻ പറയുന്ന സാധനം. വേറെ നാട് വിടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഷാമി പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സിൻ്റെ കളർ, അതായത് ഓളാ ഒരു മറൂൺ റെഡ് ഇടുമ്പോൾ ഞങ്ങളൊരു ഗോൾഡൻ, അതാണ് മനസ്സിൽ. അത് തീരുമാനമായിട്ട് ഞങ്ങൾ തീരുമാനം. ഉള്ളിലുള്ള ഈ റെഡ് നല്ല റെഡ് അല്ലേ? അത് നല്ലൊരു റെഡാണ്. കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സാധനമേ കാണുന്നില്ല അല്ലേ? ഞാൻ വിചാരിക്കുന്ന എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. ഇനി നമ്മളിപ്പം മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റണ്ണിങ് മെറ്റീരിയൽ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കി നോക്കാം. റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് അങ്ങനെ ചെയ്യലായിരിക്കില്ല, പക്ഷെ എന്നാലും എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് വരാൻ നോക്കാം. ഇപ്പം നമ്മൾ വിചാരിച്ചതിൽ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് എന്തോ കിട്ടുമോ നോക്കാം. ഇവിടെ എനിക്ക് ഒരു കുറച്ച് കൂടുതൽ പ്രതീക്ഷ ഉണ്ട്. ഫൈനലി ഞാൻ വിചാരിക്കുന്ന ഒരു ടൈപ്പ് സാധനം എനിക്ക് കിട്ടി. പക്ഷെ കളറ് വേറെ ഇപ്പൊ എന്റെ എൻഗേജ്മെന്റിനോട് സാമ്യമുള്ളതായിപ്പോയി. ഗൈസ്, ഞങ്ങൾ ഇപ്പൊ പോയ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് കണ്ട് കിട്ടി. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാല് എൻഗേജ്മെന്റിന്റെ അതേ കളറാണ്. അതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഡ്രസ്സ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ടെയിലൊക്കെ വരുന്ന നല്ല, ഞാൻ വിചാരിക്കുന്ന പോലെ ആ കളറിൽ, ആ ഒരു ഗോൾഡൻ കളറിൽ ഗോൾഡൻ വർക്കിനൊക്കെ ആയിട്ടുള്ള ആ ഒരു സാധനം, കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ ഉള്ള അത് റെഡിലായിട്ട് തിളങ്ങി നിൽക്കുന്നു. അതെ, ഫുൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. നല്ല രസമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷെ അത് എൻഗേജ്മെന്റിന്റെ അതേ കളർ ആയതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങളത് വിഷമത്തോടു കൂടി ഉപേക്ഷിച്ചിട്ട് അടുത്ത സ്ഥലം തേടി പോവാണെങ്കിൽ. അതെ ഗൈസ്, തെഞ്ഞ് ഒന്നും ചെയ്യാനില്ല. ഞങ്ങള് വീണ്ടും വന്നു. ഞാൻ വിചാരിക്കുന്ന സാധനം ഇല്ല. അതിന് കസ്റ്റമൈസേഷൻ പോലും കിട്ടും തോന്നുന്നില്ല. കസ്റ്റമൈസേഷൻ വരെ അടുത്ത മാസത്തെ തരാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു. കാല് പിടിക്കേണ്ടി വരും. അതെ 6 മാസമൊക്കെയാണ് പറയുന്നത് ക്യാപ്പ്. ഇനിയിപ്പോൾ ആയിക്കോട്ടെ നമുക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കോഴിക്കോട് വിടേണ്ടി വരും. എന്നിട്ട് പുറത്തേക്ക് നമുക്ക് കസ്റ്റമൈസേഷൻ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടി വരും. കസ്റ്റമൈസേഷൻ 1 മാസം കൊണ്ടൊന്നും കസ്റ്റമൈസേഷൻ കൃത്യമായ തിരിയും കിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷമ ഘട്ടത്തിൽ പറയാനുള്ളത്? ഒന്നും നടന്നില്ല, സങ്കടം അല്ലേ? അത് ഞങ്ങൾ വളരെ വിഷമഘട്ടത്തിലാണ് ഗൈസ്. ഒന്നും നടന്നില്ല. സമയം ഇപ്പം രാത്രിയായാലും ഇതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ ഇനിയും ഇവിടെയുള്ള ബ്രൈഡൽ സ്റ്റോഴ്സിലൊക്കെ ഒന്ന് നിൽക്കാം. ഞങ്ങൾ പൊതുവെ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ നാളെ രാവിലെ പാലക്കാട് കൊച്ചിയിൽ പോകണം. അതെ, നാളെ രാവിലെ കൊച്ചി പോകും. എന്നാൽ അവിടെ തന്നെ തിരിഞ്ഞ് ഫുഡൊക്കെ തിന്നിട്ട് ഇങ്ങോട്ട് വരും. എന്തെങ്കിലും ഒരു തീരുമാനം ഇനി എടുത്തേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തെന്നുള്ള അറിയാൻ നിൽക്കുകയാണ്. അത് ഞങ്ങൾ ഗുജറാത്തിൽ പോകും. നല്ല മഴയാണ് ഗൈസ്. ഞാനടുത്ത് ആണല്ലേ? ഗൈസ്, നമ്മളിപ്പോൾ കത്ത് നോക്കാൻ വേണ്ടി വന്നാണ്. അതെ, അത് ജുൻഖാന്റെ അവിടേക്കുള്ള കത്ത്, അത് നോക്കാൻ വേണ്ടി വന്നാട്ടോ. നമ്മളത് വേറൊരു ദിവസം വരണം. കത്തിൻ്റെ മോഡൽ സെലക്ട് ചെയ്യാം. ഷാമിന്റെ കത്തിന് ഞങ്ങൾക്ക് വേറൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പ്രയോഗിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ? നോക്കാം. അതായത് ഇത് നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. ഡ്രസ്സ് നോക്കുന്ന പോലെ തന്നെ മറ്റൊരു ടാസ്ക്കാണ് കത്ത് നോക്കുക എന്നുള്ളത്. കാരണം കത്തിൽ കുറേ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏതെടുക്കണം കൺഫ്യൂഷനാവും. നല്ല ബുക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ബുക്കിൻ്റെ ഒക്കെ ഒരു പക്ഷെ കത്തിൽ ഞാൻ അധികം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറയില്ല. കാരണം അത് അടിച്ചു വാരിയിട്ട് ഒഴിവാക്കാനുള്ള സാധനമാണ്. ഈ ഒരു കത്ത് ഞങ്ങൾക്ക് ഇഷ്ടമായി. രസമുണ്ടായി. ഇത് ഏകദേശം ഇഷ്ടപ്പെട്ടു. തുറന്ന് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ഏകദേശം ഒരു സ്ഥലം ഉറപ്പിച്ചിട്ടുണ്ട്. അവിടെ പോയ സമയത്ത് നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ 22 ഒക്കെ ആകുമ്പോഴത്തേക്കും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഫൈനലി ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസൊക്കെ സംസാരിക്കാൻ പോകണം. ഇന്നിപ്പോൾ ഞങ്ങൾ ക്ലോസിങ് ടൈമിൽ പോയിട്ടാണ് അവിടെ ചോദിച്ചത്.
അപ്പോൾ ക്ലോസ് ചെയ്യാനായതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം, മെറ്റീരിയൽ കുറേ പരിപാടി ഉണ്ടല്ലോ, കുറേ ഡിസ്കസ് ചെയ്തിരിക്കാണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ അതിനിറങ്ങും. നാളെ രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ അതിനുള്ള ഓർഡർ കൊടുക്കും. എനിക്ക് വേണ്ടത് എന്താണോ ആ രീതിയിൽ ഞാൻ ചെയ്യിപ്പിച്ചെടുക്കും. ഇപ്പം നമ്മളെല്ലാവരും കൂടെ രാത്രിയായി, സമയം 10 മണിയാവാനായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഇന്നിപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ലെഹങ്ക കുറേ ട്രയൽ ചെയ്ത് നോക്കി. ചില സ്ഥലത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെ വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കാതെ ഞങ്ങൾ കുറേ സ്ഥലത്ത് കയറി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഫോട്ടോ വീഡിയോ ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതെടുത്തില്ല. ട്രയൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടമാവുന്നില്ല. ഫസ്റ്റ് ഞാൻ ഇട്ടൊക്കെ ആ ഒരു ഗോൾഡൻ ഡ്രസ്സ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിന് പിടിക്കുന്നില്ല. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ലെഹങ്കയിൽ ഈ സിൽവർ കളറിൽ ഇങ്ങനെ വർക്ക് വരൂലേ, ഈ സീക്വൻസ് ഒക്കെ ഇങ്ങനെ വെള്ള പോലെ എടുത്ത് കാണിക്കൂലേ, അതെനിക്കിഷ്ടമല്ല. എനിക്ക് ഒരു മെറൂൺ കളറിൽ ഈ ഒരു ആൻറ്റി ഗോൾഡ് വർക്കൊക്കെ വരുന്ന അങ്ങനത്തെയാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനത്തെ ഒന്നും റെഡിമെയ്ഡിൽ കാണുന്നില്ല. കസ്റ്റമൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 6 മാസമൊക്കെ സമയമൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് കണ്ട സ്ഥലത്ത് നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നാളെ നോക്കാം ഗൈസ്. നമ്മൾ ലെഹങ്ക കുറേ ട്രയൽ ചെയ്ത് പിന്നെ കത്തിൻ്റെ കാര്യങ്ങൾ നോക്കി. ജുൻഖാൻ്റെ കത്തിൻ്റെ കാര്യം, ജുൻഖാൻ്റെ വീട്ടിലെ കത്തിൻ്റെത് ഡിസൈൻ നമ്മൾ കൊടുത്ത്, ഇനി എൻ്റെ വീട്ടിലത്തെ കത്തിൻ്റെത് വേറെ ഒരു ദിവസം പോകണം. അങ്ങനത്തെ ഒക്കെ കുറേ പണികളുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. എന്തൊക്കെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും ഗൈസ്. ഇന്ന് ഞങ്ങൾ പെരിഞ്ഞ് നാളെ രാവിലെ തന്നെ കാണും. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അമലായിട്ട് ഇറച്ചിച്ചോറ് വാങ്ങി, ഇവർ ഫിഷ് മാംഗോ കറിയും അപ്പവും വാങ്ങി, പിന്നെ കാളാഞ്ചി മീനുണ്ട്. ഞാനും ജുൻകായും ബട്ടർ നാനും ചപ്പാത്തിയും ബട്ടർ ചിക്കനും വാങ്ങി. കഴിക്കാം. താങ്ക് യു. ബൈ ടാറ്റാ. ഇനി ഞങ്ങൾ നാളെയാണ് ഗൈസ്. അതെ, ഇനി ഞങ്ങൾ നാളെ രാവിലെ നേരത്തെ ഇറങ്ങും ഗൈസ്. അതെ, നേരത്തെ ഇറങ്ങിയിട്ടാണ് ഞങ്ങളെ പരിപാടി. ഇന്ന് ഞങ്ങൾ ഈവനിങ് ഇറങ്ങിയിട്ടാണ് ഇത്രയും സ്ഥലത്ത് കറങ്ങിയത്. പക്ഷെ നാളത്തേക്ക് നമുക്ക് നാളത്തേക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പൊ ഇനി നമ്മൾ അതിനെ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ തെണ്ടിത്തിരേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് നാളെ നമ്മൾ പ്രോപ്പർ ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ വേണ്ട സ്ഥലത്ത് പോകുന്നു, ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനാക്കുന്നു. നമ്മുടെ സമയമാകുമ്പോഴത്തേക്ക് അവർ തരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് കൂടുതൽ പേടിക്കാനൊന്നുമില്ല. അപ്പൊ ഇന്ന് രാത്രി ഇരുന്നിട്ട് ഡിസൈൻ എന്താന്നുള്ളത് കറക്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട്, അതെ, നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാനുള്ള പക്ക എന്താ പറയാ സംഭവങ്ങളൊക്കെ നമ്മള് മനസ്സിലാക്കി വെക്കണം. എന്ന് കഴിഞ്ഞാലേ നാളെ നമുക്ക് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഗൈസ് നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ.